ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്ന് ജനുവരി 19th. എൻ്റെ അടുത്ത് കുറേ ടീച്ചേഴ്സ് ചോദിച്ചൊരു കാര്യമായിരുന്നു, നമ്മൾ ഫോളോ ചെയ്യുന്നവർ ചോദിച്ചൊരു കാര്യമാണ്. എന്തിനായിരുന്നു സൗദിയിൽ കോർട്ടിൽ പോയത്? എന്തായിരുന്നു പ്രശ്നം? എന്താ സംഭവിച്ചത്? ഇങ്ങനെ കുറേ ആളുകൾ അറിയാത്തവർ ചോദിച്ചവരുണ്ട്. എന്നാൽ ഇതേപോലെ നമ്മൾ കഴിഞ്ഞ 2024 റമദാൻ സമയത്താണ് നമ്മുടെ കോർട്ടിൽ പോയതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്ന് അതറിയുന്ന ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, നമ്മൾ മലയാളികൾ ഇവിടെ കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കുക, ഇങ്ങനെ കുറേ സംശയങ്ങളല്ലേ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അധികം പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആണ്. നമുക്ക് എന്താ പറയാ, ആ ഒരു പ്രോസസ്സ് കാര്യങ്ങൾ കൂടുതൽ, അതായത് അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാലോ, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറ്റില്ല എന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ പോയത് എന്നുള്ളത് പറഞ്ഞുതരാം, എന്താ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2024 ഒക്ടോബർ, അതായത് 2024 സെപ്റ്റംബർ 24th ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ലാസ്റ്റ് എൻ്റെ പ്രീവിയസ് സ്കൂളിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്. അപ്പോൾ നമുക്ക് റൂള് പ്രകാരം സ്കൂള് എന്താ പറയുക, പോളിസി, സ്റ്റാഫ് പോളിസി പ്രകാരം നമ്മൾ 1 month നോട്ടീസ് പീരീഡ് കൊടുക്കണം. അങ്ങനെ ഒക്ടോബർ 23rd ആയിരുന്നു, 2024 ഒക്ടോബർ 23rd ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ, സ്കൂളിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പ്രിൻസിപ്പൾ റിക്വസ്റ്റ് ചെയ്തൊരു 1 week കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞു, കാരണം കുട്ടികളുടെ ബോർഡ് എക്സാമിന്റെ കുട്ടികളുടെ IG കുട്ടികളുടെ ഒക്കെ പോർഷനൊക്കെ തീർക്കുന്നതിന് വേണ്ടി 1 week കൂടെ നിന്ന്. അങ്ങനെ 2024 ഒക്ടോബർ 31st എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ സ്കൂളിൽ. അത് കഴിഞ്ഞ് പിന്നെ നവംബറിൽ ഞാൻ പോരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് കുറേ ആളുകൾ പറഞ്ഞു, എന്താ പല സ്കൂളുകളും എൻഡ് ഓഫ് സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്കൂൾ കൊടുക്കുന്നില്ല, ചോദിക്കുന്നുണ്ടോന്ന് വെച്ചു. അപ്പൊ ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല, അധികം ആളുകൾക്ക് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാന്, നമ്മൾ ഏത് സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് വർക്ക് കോൺട്രാക്ട് ഉണ്ടാവും. ഈ കോൺട്രാക്ട് നിങ്ങൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അറബിക്കിലാണെങ്കിൽ നമുക്ക് അറബി എല്ലാവർക്കും റീഡ് ചെയ്യാൻ കഴിയൂല. അപ്പൊ നിങ്ങൾക്ക് പറയാം, എനിക്ക് സൈൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഇതിന്റെ ട്രാൻസ്ലേഷൻ കോപ്പി വേണം, റീഡ് ചെയ്യാതെ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്കൂളുകളും സമ്മതിക്കും, അവരത് തരും. എന്നിട്ട് റീഡ് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ചില സ്കൂൾസ് ചെയ്യുന്ന കാര്യമാണ്, നമ്മൾക്ക് ഓഫർ ചെയ്ത സാലറി ആയിരിക്കില്ല അവർ കൊടുത്തിട്ടുണ്ടാവുക, പല പ്രശ്നങ്ങളും മിസ്റ്റേക്സ് വരാറുണ്ട്, കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കൂളിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമ്മുടെ സാലറിയും കാര്യമൊക്കെ നമുക്ക് ആ പ്രോപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മറ്റ് സ്കൂൾസൊക്കെ എൻഡ് ഓഫ് സർവീസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് പോയ ടീച്ചേഴ്സ് ചില സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എൻഡ് ഓഫ് സർവീസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളിൽ അങ്ങനെ ആർക്കും എൻഡ് ഓഫ് സർവീസ് കൊടുത്തിട്ടുമില്ല, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ പോരുന്നതിന്റെ മുമ്പ് ഞാൻ എൻ്റെ പ്രിൻസിപ്പൾ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ എൻഡ് ഓഫ് സർവീസ് എങ്ങനെ കാര്യങ്ങൾ അറിയണമെന്ന്. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഒരു നോൺ സൗദി ആയിട്ടുള്ള ഒരാൾ നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് എൻഡ് ഓഫ് സർവീസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. കൂടുതൽ നമ്മൾ സംസാരിച്ചില്ല, കാരണം നമ്മൾ ചെയർമാൻ അല്ലെങ്കിൽ സ്കൂളിന്റെ ഓണർക്കാണ് ശരിക്കും അവരാണ് അതിന്റെ ഡിസിഷൻ എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പോന്ന് നവംബർ കഴിഞ്ഞ്, നവംബർ ലാസ്റ്റ് ആകുന്നതിന് മുന്നേ, നവംബർ കഴിഞ്ഞില്ല, അതിന്റെ ലാസ്റ്റ് ആകുന്നതിന് മുമ്പ് ഞാനൊരു ഇമെയിൽ സെൻഡ് ചെയ്തു സ്കൂൾക്ക് ഒഫീഷ്യലി ആയിട്ട്. എനിക്ക് എല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, സാലറി എല്ലാം ഓക്കെയാണ്, ബട്ട് എനിക്ക് ഇതുവരെ എൻ്റെ എൻഡ് ഓഫ് സർവീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. വിതിൻ 1 day എനിക്ക് റിപ്ലൈ വന്നു, വിസ ടീച്ചേഴ്സിന് മാത്രമാണ് എൻഡ് ഓഫ് സർവീസ് കൊടുക്കുക, അജീവ് ടീച്ചേഴ്സിന് എൻഡ് ഓഫ് സർവീസ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഓഫീസിൽ നിന്ന് നമുക്കത് വന്നു. അപ്പൊ എനിക്കൊരു വിഷമം തോന്നി, നമ്മളും അവരൊക്കെ ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്യാണ്, വിസ ടീച്ചേഴ്സിന് നമുക്ക് സാലറി സെയിം ആണ്, നമുക്ക് മാത്രം മറ്റ് സ്കൂൾ കൊടുക്കുന്നുണ്ട്, എന്താ നമുക്ക് കിട്ടാത്തെന്നുള്ള കുറച്ച് വിഷമമൊക്കെ തോന്നിട്ടോ. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി, ഓക്കെ പോട്ടെ, ഇനി അതിന്റെ പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി പോയോ, മറ്റ് സ്കൂളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നവംബർ കഴിഞ്ഞ് ഡിസംബർ ആവുന്ന സമയത്ത്, ആ ഒരു നവംബർ ലാസ്റ്റ് ഡിസംബറിലൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് മുമ്പ് റിസൈൻ ചെയ്ത കുറെ ആളുകളുണ്ട്. അതിൽ അഡ്മിനിൽ വർക്ക് ചെയ്തവരുണ്ട്, ടീച്ചർമാരുണ്ട്, 20 years ഒക്കെ വർക്ക് ചെയ്തവരുണ്ട്.
ഇവരൊക്കെ നമ്മൾ കുറെ കാലം വർക്ക് ചെയ്താൽ അറിയാലോ അല്ലെ, ടീച്ചർമാരെ വിളിച്ച് ചോദിക്കും എന്തായിരുന്നു റീസണ്, എന്തിനാണ് പെട്ടെന്ന് റെസിഗ്നേഷൻ കൊടുത്തു എന്നൊക്കെ ചോദിച്ച് കാര്യം പറഞ്ഞു. നമുക്കൊരു ബ്രേക്ക് എടുത്തതാണ് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എൻഡ് ഓഫ് സർവീസ് കിട്ടിയോ? ഞാൻ പറഞ്ഞു ഇല്ല, നമ്മുടെ സ്കൂൾ കൊടുക്കുന്നില്ല, പക്ഷെ മറ്റ് സ്കൂളൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ സ്കൂളിൽ അത് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരെൻ്റെ അടുത്ത് എല്ലാവരും അവരുടെ വിഷമങ്ങളാ പറയുന്നത്. അതുപോലെ ഒരു ടീച്ചർക്ക് കോളേജിലേക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ 15 ഡേയ്സിന്റെ സാലറി കൊടുത്തില്ല. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയാ വിഷമമൊക്കെ തോന്നും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ ലോയർ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇവർക്ക് ഏതായാലും കിട്ടിയിട്ടില്ല, അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പോ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എന്താ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, പോട്ടെ, എന്തായാലും ഇത്രയും കാലം വർക്ക് ചെയ്ത സ്കൂളൊക്കെ അല്ലേ, അത് വിട്ടുകളാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ വേണോ വേണ്ടോ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത ഫ്രണ്ടാണ്. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എൻഡ് ഓഫ് സർവീസ് നിന്റെ റൈറ്റ് കിട്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോ നമ്മള് ഇപ്പൊ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ അയ്യോ എനിക്ക് അത് അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു. നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് അല്ലെ, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യില്ല, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കും. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ വേണമെങ്കിൽ നിനക്ക് കൊടുക്കാം, അങ്ങനെയൊന്നും പിന്നെ എന്താ പറയാ ചെയ്യാന്നുള്ള പോലെ പറഞ്ഞു. പിന്നെയും അറിയാലോ നമ്മൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല, കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഇത് കഴിഞ്ഞ് ജാനുവരിയില് 19th, ഇന്ന് ജാനുവരി 19th 1 ഇയർ ആയിട്ടോ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ട്. അപ്പോൾ 2025 ജാനുവരി 19th എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കൂടെയാണെന്ന്. നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള ഒരാൾ എന്നെ മോർണിംഗിൽ വിളിച്ച് എന്തൊക്കെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നതാണ്. കുറച്ച് സംസാരിച്ച ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മുനീറയ്ക്ക് എൻഡ് ഓഫ് സർവീസ് കിട്ടിയോ? എന്തായി? അന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്ക് എൻ്റെ എൻഡ് ഓഫ് സർവീസ് ഞാൻ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കിട്ടിയില്ല. ഞാൻ അവർക്ക് ഇമെയിൽ സെൻഡ് ചെയ്തു, കാര്യം പറഞ്ഞു. അപ്പൊ അവരൊരു നമ്മൾ പറയില്ല ചിലർ ചിരിക്കുന്ന പോലെ, അതല്ലെങ്കിലും അണ്ടർസ്റ്റുഡ് അല്ലേ, നമ്മൾ എല്ലാ വർഷവും കോൺട്രാക്ട് റിന്യൂ ചെയ്യുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്, അതിൽ എഴുതിയിട്ടില്ലേ അജി ടീച്ചേഴ്സിന് ഇത് പിന്നെ അവർ എൻഡ് ഓഫ് സർവീസ് ഇല്ല എന്നൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഓരോ വീക്ക്നെസ് ഇത് പറഞ്ഞ പോലെ എനിക്കൊരു കാര്യമുണ്ട്, കളിയാക്കലുകളെ ഓപ്പർച്യൂണിറ്റി ആക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ കളിയാക്കല് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇവര് ആ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ഇവരിതിന് പോയിട്ടുണ്ടോ? ഇല്ല, പിന്നെ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു സംഭവം റൂൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോ അജീർ ലൈസൻസ് എടുത്ത് നമുക്ക് അജീറിൻ്റെതായിട്ടൊരു വെബ്സൈറ്റും കാര്യമൊക്കെ ഉണ്ട്. ഞാൻ വന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചവരൊന്നും അല്ല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഇവിടെ മിനിസ്ട്രി ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ റൂൾ ഉണ്ട്, അതാണ് ഏറ്റവും വലിയ റൂള് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം കിട്ടാനുള്ള റൈറ്റ് ഉണ്ടോ? അതാരാണെങ്കിലും, അത് നമ്മളിവിടെ സൗദിയിലുള്ളവരാണെങ്കിലും നമ്മൾ വിദേശികളാണെങ്കിലും എല്ലാവർക്കും റൂൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു കൺട്രിയാണിത്. അപ്പൊ വേണമെങ്കിൽ നിനക്കൊന്ന് ട്രൈ ചെയ്യാം, കിട്ടൂല എന്നൊന്നും പറയണ്ട, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാന്ന്. അത് കഴിഞ്ഞ് ഈവനിങ് ആയി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്താണ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഉണ്ട്, അവർ കോർട്ടിലൊക്കെ ഉള്ള ഒരാളാണ്, അവരോട് സംസാരിച്ച് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഡിസൈഡ് ചെയ്തു, എനിക്കറിയണം ഇങ്ങനെ ഒരു റൂൾ ഉണ്ടോ ഇല്ലെന്ന്. നമ്മളെല്ലാവരും പറ്റിക്കുകയാണോ ഇവര് എന്നുള്ളത് അറിയണം. കാരണം പല എംപ്ലോയീസും അങ്ങനെ ചെയ്യൂല, എല്ലാ വർഷവും സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് പേടിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ എന്താ എനിക്കത് റൈറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞു, നമ്മൾ പല ടീച്ചേഴ്സും ഇങ്ങനെ ചില സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഫയൽ ചെയ്യാറുണ്ട് കേസ്. അപ്പോൾ ആദ്യം ഒരു ഫ്രണ്ട്ലി സെറ്റിൽമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് അവർ ഫയൽ ചെയ്യുക, പിന്നെയാണ് മെയിൻ കോർട്ടിലേക്ക് പോകുന്നത്. അപ്പം തന്നെ സ്കൂൾസ് വേഗം വന്നിട്ട് അതൊരു സെറ്റിൽമെന്റ് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക ചിലപ്പോൾ കുറച്ച് എമൗണ്ട് കുറച്ചിട്ടൊക്കെ കൊടുക്കും, അങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞു. അപ്പം നമ്മളും അത് പ്രതീക്ഷിച്ച് ഇത് കൊടുത്തു. എന്താ പറയാ കോൺട്രാക്റ്റിന്റെ സംഭവം, അതുപോലെ ഇതിന്റെ നമ്മളെടുത്തില്ല എന്താ പറയാ വർക്ക് കോൺട്രാക്റ്റിന്റെ കോപ്പീസ് ഒക്കെ അവിടെ പണിയെടുത്തു എന്നുള്ളതിന് ഒരു 2 ഫയലൊക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാം ഓൺലൈനിലൂടെയാണ് കേട്ടോ, നമ്മൾ എവിടെയും പോകേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഡേ എനിക്ക് മെസ്സേജ് വന്നു, അവർ നമ്മുടെ ഫസ്റ്റ് സിറ്റിംഗ് നമുക്ക് കോർട്ടിൽ പോകണ്ട, നിങ്ങളൊക്കെ എന്നോട് കോർട്ട് പോയത് ചോദിച്ചിട്ടുണ്ട്, കോർട്ടിൽ പോകണ്ട, അപ്പൊ നമ്മള് വീട്ടിലിരുന്നാൽ മതി. അപ്പൊ നമ്മുടെ കൂടെ ട്രാൻസ്ലേറ്റർ ആയിട്ട് ഒരാൾ വേണം, അതും പിന്നെ ഒരു അറബ് ആയിട്ടുള്ള ഒരാളിരുന്ന് നമ്മൾ
ഇരുന്ന് അവർ സംസാരിച്ചു. പക്ഷെ നമ്മുടെ സ്കൂൾ സൈഡിൽ നിന്ന് ഒരാളും വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് കോർട്ടിലേക്കാണ് ഇത് പോവുക, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സ്കൂളിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, എന്തായിരുന്നു നിങ്ങളുടെ ഡിമാൻഡ്, നമ്മൾ തരാന്നുള്ള പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 3 days കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ എന്ത് ചെയ്തു, പിന്നെ മനസ്സിലാവും നമ്മളൊരു 5 days ഇത് പ്രൊസീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് എന്താകും, എക്സ്പയർഡ് ആയി മാറും. അപ്പൊ എനിക്ക് തോന്നി ഇല്ല, എനിക്ക് എൻ്റെ റൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, പ്രൊസീഡ് ചെയ്തു. അതിലേക്കുള്ള വേറെ വെബ്സൈറ്റ് ആണ്, അതിനകത്ത് കാര്യങ്ങൾ ഫയലുകളെല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ട, എല്ലാം ഓൺലൈനിലൂടെ അത് ചെയ്ത് 1 week നമുക്ക് ഫസ്റ്റ് അതിന്റെ കൺഫർമേഷൻ വരും. 1 week, പിന്നെ 1 day 2 day വന്നില്ല, 3rd day വേർഡിക്റ്റ് പറയുന്ന സമയത്ത് വന്ന്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ അവിടുത്തെ എന്താ പറയാ കോർട്ടിലെ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ എന്താ പറയാ ആ ഒരു ആപ്പിൽ പോകുമ്പോൾ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് അവിടെ നടക്കുന്ന കാര്യം കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ അറിയാലോ, ബുദ്ധിമുട്ടാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതാക്കി അവസാനം കോർട്ടിൽ നിന്നും എന്ത് ചെയ്തു, അതൊരു നമ്മൾക്ക് തരുന്ന പോലെ ഒരു ഫൈനൽ വെർഡിക്റ്റ് ആക്കാത്ത പോലെ നോക്കി, എന്നിട്ടും തന്നില്ല. അങ്ങനെ 2024 January 19th ഫസ്റ്റ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് അതിൻ്റെ നടന്ന് എനിക്ക് മാർച്ചിൽ റമദാന്റെ ടൈമിലാണ് ഫൈനൽ വെർഡിക്റ്റ് വന്ന്. പിന്നെ അപ്പോൾ എനിക്ക് എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയാനുള്ളത്, അജീർ ടീച്ചേഴ്സിന് എൻഡ് ഓഫ് ലൈസൻസ് കിട്ടുമോ? യെസ്, അജീർ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് വിസയിലുള്ളവരാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് സൗദിയിൽ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ആണ് അജീർ ലൈസൻസ്. നമ്മൾ ഏതൊരു കമ്പനിയിലാവട്ടെ, സ്കൂളിലാകട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ടിലാവട്ടെ 2 years വർക്ക് ചെയ്താൽ നമ്മൾക്കും എൻഡ് ഓഫ് സർവീസ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അറിയാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. കാരണം അജീറിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിൽ അവർ എഴുതിയിട്ടുണ്ട് അത് എംപ്ലോയറുടെ ഇൻട്രസ്റ്റ് ആണെന്നുള്ളത്. പക്ഷേ നമ്മൾ മിനിസ്ട്രി ഓഫ് ലേബറും അജീറിൻ്റെതും രണ്ടും രണ്ടാണല്ലോ. മിനിസ്ട്രി ഓഫ് ലേബറിലേക്കാണ് നമ്മളിത് കേസ് ഫയൽ ചെയ്യുന്നത്. എല്ലാം ഓൺലൈനിലൂടെയാണ് കേസ് നടക്കുന്നത്. എല്ലാം നമ്മൾ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കുന്നു, നമ്മുടെ കൂടെ ആരും ഇരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും അറബിക്കിലാണ് ഉണ്ടാവുക. അതിന് നമുക്ക് ട്രാൻസ്ലേറ്റർ മലയാളം, തമിഴ്, ഉറുദു ഏത് വേണമെങ്കിലും അവർ വെച്ച് തരും. അപ്പൊ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഇവിടെ വിദേശികളല്ലേ, പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എന്തൊരു പണി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ആവട്ടെ, ഈവൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവട്ടെ, നിങ്ങൾക്ക് അതിന് റൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടുമെന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എനിക്ക് എൻ്റെ 9 വർഷത്തെ എൻഡ് ഓഫ് സർവീസ് ഞാൻ വാങ്ങിച്ചെടുത്തത്. എനിക്കത് മാർച്ചിലാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് എന്നെ മെസ്സേജ് ചെയ്തു, അതിൻ്റെ മുമ്പ് റിസൈൻ ചെയ്തവർ. അവരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ്, പക്ഷെ അവർക്ക് കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്താ അറിയോ, 1 yearന്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു എൻഡ് ഓഫ് സർവീസ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു എംപ്ലോയറുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ മിനിസ്ട്രി ഓഫ് ലേബറിനെ അപ്രോച്ച് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്തു തരും. അതിന് നിങ്ങൾക്ക് എന്താ പറയാ ടൈം ഉള്ളത് വിതിൻ 1 year. 1 year ഓഫ് റെസിഗ്നേഷന്, അത് ആ ഒരു വിതിൻ 1 year നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ പലരും ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ സംഭവിച്ചതെന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ എന്താ സ്പീഡിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ, നിങ്ങൾ ഫാമിലി വിസയിലുള്ളവരാണെങ്കിലും അജീർ ലൈസൻസ് ആണെങ്കിൽ നമുക്കും മറ്റ് എംപ്ലോയീസിനെ പോലെ നമുക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ഇല്ലീഗലാണ് അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേടിച്ചിരിക്കേണ്ട, നമുക്ക് ഫുൾ സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന്. അത്ര സ്ട്രിക്റ്റ് റൂൾസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനി ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് വേണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാന്നുള്ളതും വേണമെങ്കിൽ നമ്മൾ പറയാം. താങ്ക് യു സോ മച്ച്.